വിസ്മയകരമായ ലോകമാണ് വനം. വൃക്ഷങ്ങളും ജീവജാലങ്ങളും പക്ഷികളും പുഴകളും ചെറിയ മലകളും ചെറുജീവികൾ മുതൽ വലിയ ജീവി വരെ ഉണ്ട്. വനം എന്ന കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ ഗോത്ര ജനസമൂഹങ്ങൾ. കാട് ഇവർക്കെല്ലാവർക്കും വീടും നാടും ആണ്. വനം എന്ന വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവരെല്ലാം. വലിയൊരു കുടുംബമാണ് കാട്. മൃഗങ്ങളും മനുഷ്യരും ഇണങ്ങിയും പിണങ്ങിയും അവരുടേതായ സുന്ദരമായ ലോകം. ഗോത്രവർഗ സമൂഹങ്ങളുടെ സംഗീതമാണ് കാടുകൾ. കാടുകൾ ഗോത്രവർഗക്കാർക്ക് അന്നദാതാവാണ്, അമ്മയാണ്. രക്ഷ നൽകുന്നതും ശിക്ഷ നൽകുന്നതും കാടാണ്. ഗോത്രവർഗ സമൂഹങ്ങൾക്ക് കാട് എല്ലാമാണ്. മൃഗങ്ങളും മരങ്ങളും തിങ്ങി നിറഞ്ഞ മഴക്കാടുകളിൽ മാത്രം 5 കോടി ആദിമ ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്നുണ്ട്. മഴക്കാട്ടിൽ ജീവിക്കുന്നവരെക്കാൾ കൊടുങ്കാടുകളിൽ താമസിക്കുന്നവരുടെ ജനസംഖ്യ ഏകദേശം 30 കോടിയോളമാണ്. ആമസോണിലെ 50ഓളം ഗോത്രവിഭാഗങ്ങൾ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവരാണ്. സർക്കാർ രേഖകൾ പ്രകാരം ഇന്ത്യയിലാകമാനം 622 ആദിമ ഗോത്ര സമൂഹങ്ങളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗോത്ര സമൂഹങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പല മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായും 4ആയി തരംതിരിക്കുന്നു: ദക്ഷിണ മേഖല, മധ്യമേഖല, പടിഞ്ഞാറൻ മേഖല, വടക്ക് കിഴക്കൻ മേഖല. നമ്മുടെ കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിലാണ് ആദിമ ഗോത്ര സമൂഹങ്ങളുടെ ആവാസം. ഇന്ത്യയിലെയും കേരളത്തിലെയും ഗോത്ര ജനതകൾ വനപ്രദേശവുമായി ബന്ധപ്പെട്ടാണ് ഇന്നും ജീവിക്കുന്നത്. ആദിമ ഗോത്ര സമൂഹങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യൻ വനപ്രദേശങ്ങളുടെ ഭൂപ്രകൃതി പറയുകയാണ്. ഉഷ്ണമേഖല മഴക്കാടുകൾ, മിത ശീതോഷ്ണ മേഖല ഇലപൊഴിയും കാടുകൾ, ഹിമാലയൻ സബ് ട്രോപ്പിക്കൽ പൈൻ കാടുകൾ, വരണ്ട ഇലപൊഴിയും കാടുകൾ, ഈർപ്പമുള്ള ഇലപൊഴിയും കാടുകൾ, മൺസൂൺ ഫോറസ്റ്റ്, ഇന്ത്യൻ ടൈൻഡൽ ഫോറസ്റ്റ് തുടങ്ങി പലതരത്തിലുള്ള കാടുകളിലാണ് നമ്മുടെ ഗോത്ര സമൂഹങ്ങൾ അധിവസിക്കുന്ന മേഖലകൾ. പശ്ചിമഘട്ടം, കിഴക്കൻ മലനിരകൾ, നദീതടങ്ങൾ, ഹിമാലയൻ മലനിരകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് ഇന്ത്യയിലെ വനഭൂമി കിടക്കുന്നത്. നമ്മുടെ രാജ്യം വനവിസ്തൃതിയുടെ കാര്യത്തിൽ 10ാം സ്ഥാനമാണുള്ളത്. വനഭൂമി കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. വനപ്രകൃതിയെക്കുറിച്ച് മറ്റേതൊരു സമൂഹത്തെക്കാളും അറിവുള്ളത് ഗോത്ര സമൂഹത്തിനാണ്. ഇവരുടെ കാട്ടറിവുകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയാൽ പൊതുസമൂഹത്തിനുൾപ്പെടെ അതിൻ്റെ നേട്ടങ്ങൾ ലഭ്യമാകും. വനത്തിനുള്ളിലെ അപൂർവങ്ങളായ ഔഷധച്ചെടി വിജ്ഞാനം ഗോത്ര സമൂഹത്തിനാണുള്ളത്. ഇങ്ങനെ ലോക ജനക്ഷേമത്തിന് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ആരോഗ്യരംഗത്ത് മികച്ച സംഭാവനകൾ ഉണ്ടാകുന്നതായിരിക്കും. കാടിൻ്റെ സംരക്ഷകർ ഗോത്രജനതയാണ്. ഗോത്രജനതയെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കാൻ കഴിയില്ലെങ്കിൽ അവരുടെ ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കുവാൻ അനുവദിക്കുകയാണ് വേണ്ടത്. ഗോത്ര സമൂഹങ്ങൾ അധിവസിക്കുന്ന വനപ്രദേശങ്ങളെക്കുറിച്ച് ലളിതമായ ശൈലിയിൽ ആകർഷകമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഗോത്ര പൈതൃകത്തിൻ്റെ മറ്റൊരു വിഷയവുമായി വീണ്ടും വരുന്നത് വരെ വണക്കം.